الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم صدق الله العظيم وقال النبي صلى الله عليه وسلم إنما بنيت المساجد للصلاة والذكر وتلاوة القرآن أو كما قال عليه الصلاة والسلام اللهم ألهمنا مراشد أمورنا وأعذنا من شرور نفوسنا ومن سيئات أعمالنا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ ഉലമാക്കളെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലായി ഖബൂലാക്കി തരുമാറാകട്ടെ. നമ്മളുടെ ഒരുമിച്ച് കൂടലും ഏത് കാര്യത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയോ ആ കാര്യവും അതുവഴി ലക്ഷ്യമാക്കുന്ന മുഴുവൻ പ്രസ്ഥാനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ പാതയിൽ ഉറപ്പിച്ചു നിർത്തി ഖിയാമത്ത് നാൾ വരെ യാതൊരു തരത്തിലുള്ള വീഴ്ചയും വരാതെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ കാവലിനും നിലനിൽപ്പിനുമായി കബൂലാക്കി തരുമാറാകട്ടെ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളുമെല്ലാം പലരുടെ ഭാഗത്തു നിന്നും നിങ്ങൾ കേൾക്കുകയും ഇതിന്റെ സ്ഥാപകരും സംഘാടകരുമെല്ലാം അതിനെക്കുറിച്ച് വിവരിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. സമയവും വളരെ കുറവാണ്. ബഹുമാന്യരായ ഉസ്താദ് അവറുകളുടെ നസീഹത്ത് നടക്കാനുമുണ്ട്. ഇത് പിരിയേണ്ടതുമാണ്. അതുകൊണ്ട് നിങ്ങളെ കൂടുതൽ ഇരുത്തി വിഷമിപ്പിക്കുക എന്നുള്ളത് ഉചിതമായി എനിക്ക് തോന്നുന്നില്ല.
വളരെ ചുരുങ്ങിയ നിലയിൽ കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഉമ്മത്തെ മുഹമ്മദിയ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാതൃകയായി നൽകുകയുണ്ടായി. പല ഭാഗങ്ങളിലും ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃക സ്വീകരിക്കാൻ, ആ വഴിയെ പിൻപറ്റി ജീവിക്കാൻ കൽപ്പിക്കുന്നതായിട്ട് കാണാം. ലോകാവസാനം വരെ വരുന്ന മുഴുവൻ മനുഷ്യർക്കും നേരായ മാർഗം പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ ആദ്യം മുതൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ വന്നിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും അവർ കൊണ്ടുവന്ന മുഴുവൻ ചര്യകളെയും അവരുടെ ദീനുകളെയും എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അതിന്റെ എല്ലാം അവസാനമായി ഇനി ഒരിക്കലും ഒരു നബിയും വരേണ്ട ആവശ്യമില്ലാത്ത തരത്തിൽ അല്ലാഹു തആല പൂർത്തിയാക്കി ഈ ലോകത്തേക്ക് നിയോഗിച്ച ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ അവസാനം വരെ മനുഷ്യനിൽ ഉണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളും, അത് ഏത് കാലത്താണെങ്കിലും ശരി, ഏത് സ്ഥലത്താണെങ്കിലും ശരി, ഏത് സാഹചര്യത്തിലാണെങ്കിലും ശരി, ഏതവസ്ഥയിലാണെങ്കിലും ശരി, ആർക്കുണ്ടാകുന്നതാണെങ്കിലും ശരി, എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ ലോകത്തുടലെടുക്കുമോ ലോകാവസാനം വരെ ഇതിന് മുഴുവനുമുള്ള വ്യക്തമായ വളരെ ഉറച്ച പരിഹാരവുമായിട്ടാണ് ഒരു കുറവുമില്ലാതെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നിയോഗിച്ചു. എന്നിട്ട് അല്ലാഹു തആല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു, അനിത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫ, നിങ്ങൾക്ക് മാതൃക, ലോകത്തിന് മുഴുവനും മാതൃക കാണിച്ചു കൊടുക്കുകയും ലോകത്തിന് മുഴുവനും ശരിയായ ജീവിതത്തിന്റെ ദിശ പറഞ്ഞുകൊടുത്ത് വരച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട നബിയെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്നു, നിങ്ങളുടെ ഈ കാര്യം നടക്കുന്നതിന്, നേരായ നിലയിൽ ഇതിനെ കൊണ്ടുപോകുന്നതിന് നിങ്ങൾക്ക് ഒരു മാതൃകയാക്കി വെക്കാൻ പറ്റുമെങ്കിൽ അത് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാതൃകയെ നിങ്ങൾ പിൻപറ്റുകയും ആ വഴിയിൽ നിങ്ങൾ സഞ്ചരിക്കുകയും ചെയ്യണം. നിയമങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ അതിനെ നടപ്പിലാക്കാനുള്ള നിങ്ങളുടെ മാർഗം നിങ്ങൾ സ്വീകരിക്കേണ്ടത്, അതിന് നിങ്ങൾക്ക് മാതൃകയായി ഞാൻ കാണിച്ചു തരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ പ്രത്യേകമായ മാതൃക? ലോകത്തിന് മുഴുവനും അതിൽ മാതൃകയുണ്ട്, നമുക്കെല്ലാവർക്കും അതിൽ മാതൃകയുണ്ട്. ആ മാതൃക എല്ലാ വിഷയത്തിലും ഉണ്ടെങ്കിലും നമുക്കിവിടെ നമ്മളുടെ വിഷയത്തെ സംബന്ധിച്ച് പറയാം. ഒരു മസ്ജിദ് നിർമ്മിക്കപ്പെട്ടു, അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനു മുമ്പായി തന്നെ ഇവിടെ ഒരു സ്ഥാപനം നിർമ്മിക്കപ്പെടുകയും ആ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഈ മുഴുവൻ കാര്യങ്ങളുടെയും നടത്തിപ്പ് എങ്ങനെയാകണം, എന്താണ് ഇതിൽ ലക്ഷ്യമാക്കേണ്ടത്, ഇതിന്റെ പ്രവർത്തന മേഖല ഏതൊക്കെയാണ്, ആരാണ് പ്രവർത്തിക്കേണ്ടത്, പ്രവർത്തിക്കുന്ന ആളുകളിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്താണ്, അതിനെങ്ങനെയാണ് മനുഷ്യൻ സഹകരിക്കേണ്ടത്, ആളുകളുടെ സഹകരണം ഏത് രീതിയിലായിരിക്കണം, ഇതിനെല്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരും. വിശദമായ നിലയിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള അവസരമല്ല ഇത്, ഞാൻ കാര്യങ്ങൾ മാത്രം ചുരുക്കി പറയുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മകനെയും കൂടെ ചേർത്ത് പരിശുദ്ധമായ കഅബ ഭവനം നിർമ്മിക്കാൻ അല്ലാഹുവിന്റെ കൽപ്പന വന്നു. കൽപ്പന അനുസരിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാം നിർമ്മിച്ചു. നിർമ്മാണം പൂർത്തിയായതിനു ശേഷം അല്ലാഹുവിനോട് തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാം തുറന്നു പറയുകയാണ്.
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനം നിർമ്മിച്ചതിന് ശേഷം ഈ ഭവനം ഇങ്ങനെ ആയിരിക്കണം. എന്താണ് ഇവിടെ നടക്കേണ്ടത്? അതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ്? ഇവിടെ വരുന്ന ആളുകൾ എങ്ങനെയായിരിക്കണം? ആ ആളുകളെ നിയന്ത്രിക്കാൻ ആരുണ്ടാകണം? ഈ കാര്യങ്ങളെല്ലാം ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് തന്റെ മനസ്സ് തുറന്നു പറയുന്നു. ആദ്യമേ ഒന്നാമത്തെ കാര്യം അല്ലാഹു തആല പറയുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാം പരിശുദ്ധമായ കഅബ പണിതതിന് ശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ കൈനീട്ടി അള്ളാഹുവിനോട് കാര്യങ്ങൾ തുറന്നു പറയുക. ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, എല്ലാ സന്ദർഭങ്ങളിലും നമ്മളുടെ ആശ്രയം, അഭയം അള്ളാഹുവാണ്. അള്ളാഹുവിലേക്ക് ആശ്രയിക്കാതെ, അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കാതെ, മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ, അള്ളാഹുവിനെ വരമേൽപ്പിക്കാതെ ഒരു മനുഷ്യൻ ഈ ലോകത്ത് അവന്റെ ഒരു ലക്ഷ്യത്തിലേക്കും എത്താൻ സാധ്യമല്ല. എത്ര സമർത്ഥനാണെങ്കിലും ശരി, അവൻ എന്തെല്ലാം കഴിവുകൾ ഉള്ളവനാണെങ്കിലും ശരി, എന്തെല്ലാം യോഗ്യത ഉള്ളവനാണെങ്കിലും ശരി, അവന്റെ മുഴുവൻ കാര്യങ്ങളും ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അള്ളാഹുവിനെ വരമേൽപ്പിക്കുകയും അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കുകയും ഉടമസ്ഥനായ അള്ളാഹുവിലേക്ക് ആശ്രയിക്കുകയും ചെയ്യാതെ ഒരു കാര്യവും നടക്കുകയില്ല എന്ന് ആദ്യമേ തന്നെ നാം എല്ലാവരും മനസ്സിലാക്കണം. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാതൃക. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തീകരിച്ചു. അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് കഅബ പണിയാൻ. അത് പൂർത്തിയാക്കിയതിന് ശേഷം അഭയം പ്രാപിക്കുന്നത്, ആശ്രയിക്കുന്നത്, വരമേൽപ്പിക്കുന്നത് അള്ളാഹുവിലേക്കാണ് കൈനീട്ടുന്നത്. ജോലി ചെയ്താൽ മതി, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിച്ചാൽ മതി, അത് സ്വീകരിക്കുകയും അംഗീകരിക്കുകയും അതിന് പ്രതിഫലം നൽകുകയും ചെയ്യുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിരിക്കുന്ന വാഗ്ദാനമാണ്. പക്ഷെ ഇബ്രാഹിം അലൈഹിസ്സലാം ഈ വാഗ്ദാനത്തിൽ ഉറപ്പിച്ചുകൊണ്ട് മാത്രം കഴിഞ്ഞുകൂടുകയല്ല ചെയ്തത്. ഇബ്രാഹിം അലൈഹിസ്സലാം ജോലി പൂർത്തിയായപ്പോൾ അല്ലാഹുവിലേക്ക് കൈനീട്ടി. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ ربنا تقبل منا إنك أنت السميع العليم. ആദ്യത്തെ കാര്യം, ഏത് പ്രസ്ഥാനമാണെങ്കിലും ശരി, മസ്ജിദാണെങ്കിലും ശരി, മദ്രസയാണെങ്കിലും ശരി, സ്കൂളുകളാണെങ്കിലും ശരി, സ്വന്തം വീടാണെങ്കിലും ശരി, സ്വന്തം തന്റെ കച്ചവടമാണെങ്കിലും ശരി, കൃഷിയാണെങ്കിലും ശരി, ഉദ്യോഗമാണെങ്കിലും ശരി, തന്റെ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, ഈ മുഴുവൻ കാര്യവും തന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചതനുസരിച്ച് ആ കാര്യം നിർവഹിച്ചിട്ട് അവൻ ആദ്യം ചെയ്യേണ്ട ജോലി അല്ലാഹുവിന്റെ നേരെ കൈ ഉയർത്തുകയും അല്ലാഹുവിലേക്ക് അഭയം പ്രാപിക്കുകയും അല്ലാഹുവിനെ ആശ്രയിച്ച് അല്ലാഹുവിനോട് ചോദിക്കുക. എന്ത് ചോദിക്കണം? ആദ്യം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, നിന്റെ നിർദ്ദേശം അനുസരിച്ച്, നിന്റെ കൽപ്പന അനുസരിച്ച് എന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ഒന്നുകിൽ നിന്റെ നിർദ്ദേശം ഞാൻ പൂർത്തിയാക്കി, അല്ലെങ്കിൽ എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പരിശ്രമിച്ച പരിശ്രമം പൂർത്തിയാക്കി. ഇത് നിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ടതാണ്. ഞാനിതെത്ര സമർത്ഥമായ നിലയിൽ പൂർത്തീകരിച്ചാലും ഇതുകൊണ്ട് കാര്യമില്ല. അത് പ്രയോജനത്തിലേക്ക് വരികയില്ല, ഉപയോഗപ്പെടുകയില്ല. ഉപയോഗപ്പെടണമെങ്കിൽ നിന്റെ അടുക്കൽ ഇത് അംഗീകരിക്കപ്പെടണം. അതുകൊണ്ട് അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഭവനമാണ്, പരിശുദ്ധമായ കഅബയാണ്, അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം പണിതതാണ്, അല്ലാഹുവിന്റെ സഹായത്താൽ പണിതതാണ്, അല്ലാഹുവിന്റെ മേൽനോട്ടത്തിൽ പണിതതാണ്, അല്ലാഹുവിന്റെ മലായികത്തുകളുടെ സഹായം സർവ്വസമയവും ഉണ്ടായിരുന്നു. എല്ലാം ശരി തന്നെ. പക്ഷെ അതെല്ലാം പണി പൂർത്തിയായിട്ട് അല്ലാഹുവിനോട് പറയുന്നു, പടച്ചവനെ, ഇതെല്ലാം ചെയ്തു, പക്ഷെ ഞാൻ ചെയ്ത ജോലി നീ അംഗീകരിക്കണം. നിന്റെ അടുക്കൽ എനിക്ക് അംഗീകാരം ഉണ്ടാകണം, സ്വീകരിക്കണം. നിന്റെ അടുക്കൽ ഇതിന് അംഗീകാരം നൽകിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇതുകൊണ്ട് പ്രയോജനമുള്ളവനാവുകയുള്ളൂ, ഇത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ലക്ഷ്യം നഷ്ടപ്പെട്ട് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യവും എന്റെ പ്രവർത്തനങ്ങളും എന്റെ എല്ലാ അധ്വാനങ്ങളും പാഴായിപ്പോയവനാകും. അതുകൊണ്ട് നീ ഇത് സ്വീകരിക്കുകയും എന്റെ ഈ അഭ്യർത്ഥന, എന്റെ ദുആ നീ കേൾക്കുകയും ചെയ്യണമേ പടച്ചവനെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് എല്ലാ മനുഷ്യരും മുഴുവൻ കാര്യങ്ങളിലും ചെയ്യേണ്ടതാണ്. ഏത് കാര്യം നമ്മൾ ചെയ്താലും ശരി, ചെറുതാകട്ടെ വലുതാകട്ടെ, എന്ത് കാര്യം, ഇതിന് അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകാരം നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് പഠിപ്പിച്ചു. നമ്മളുടെയും ഈ ജോലി, പരിശുദ്ധമായ മസ്ജിദ് നിർമ്മിക്കപ്പെട്ടു, അതിന്റെ പണി പൂർത്തിയായി, ആരംഭമായി, അതിൽ ഇബാദത്ത് തുടങ്ങി.
അതിന്റെ ഉദ്ഘാടനവും നടന്നു. അതിനോടൊപ്പം അതിനോട് കൂടി ചേർന്ന് ചെയ്യേണ്ട ബാക്കി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം നടക്കുന്നതിന് കൂട്ടത്തിൽ നമ്മൾ ഈ ജോലി നിർവഹിക്കുമ്പോൾ ആദ്യം അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കുക, ആശ്രയിക്കുക മുഴുവൻ ആളുകൾ. ഇതാർക്കെങ്കിലും ഒരാൾക്ക് മാത്രമുള്ള കാര്യമല്ല. ഒരു മസ്ജിദ് ഒരിക്കലും ഒരാളുടേതല്ല. നമ്മൾ വിചാരിക്കും മസ്ജിദ് നിർമ്മിച്ച ആൾ അല്ലെങ്കിൽ അതിന്റെ നടത്തിപ്പുകാർ ഇവരാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. അല്ല, മസ്ജിദ് ആരുടെയും വകയല്ല, മസ്ജിദ് അള്ളാഹുവിന്റെ. അള്ളാഹു തആല അവന്റെ മസ്ജിദിനെ നമുക്ക് എല്ലാവർക്കും സൗകര്യപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അള്ളാഹുവിന്റെ വലിയ റഹ്മത്താണ്. ഇതിനെ മനസ്സിലാക്കി നാം അള്ളാഹുവിലേക്ക് മുഴുവൻ ആളുകളും തിരിയണം. കാരണം ഈ മസ്ജിദിന്റെ പ്രയോജനം എല്ലാവർക്കുമാണ്. വെറും ഇതിന്റെ പരിസരത്ത് താമസിക്കുന്നവർക്ക് മാത്രമല്ല ഒരു മസ്ജിദിന്റെ പ്രയോജനം. ഒരു മസ്ജിദിന്റെ പ്രയോജനം ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമാണ്, എക്കാലത്തും വരുന്നവർക്കാണ്. ലോകാവസാനം വരെ ഈ ലോകത്ത് ജനിക്കുന്ന, വളരുന്ന, ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഇതിൽ നിന്ന് പ്രയോജനമുണ്ടാകണം. അതിനാണ് ഒരു മസ്ജിദ്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. മസ്ജിദ് കൊണ്ടുള്ള പ്രയോജനം ലോകത്തിന് മുഴുവനുമാണ്. അതുകൊണ്ട് എല്ലാവരുടെ മനസ്സിലും അല്ലാഹുവേ ഇതിനെ നീ അംഗീകരിക്കണം, ഇതിൽ ഞങ്ങൾക്ക് അംഗീകാരം നൽകുകയും സ്വീകരിക്കുകയും നീ ഏറ്റെടുക്കുകയും ചെയ്യണമേ എന്ന് മനസ്സ് തുറന്ന് അല്ലാഹുവിലേക്ക് മടങ്ങുകയും അല്ലാഹുവിനെ ആശ്രയിക്കുകയും ചെയ്യുക. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആവശ്യം, അള്ളാഹുവിന്റെ മുമ്പിൽ അദ്ദേഹം മനസ്സ് തുറന്നു വെച്ച ആ അഭ്യർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നു. റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. തുടർച്ചയായിട്ട് ഒന്നിനു പുറകെ ഒന്നായി ചേർന്ന് വരുന്ന ചില കാര്യങ്ങൾ, ഇതെല്ലാം ചേർത്ത് ചോദിക്കുകയും റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക. അല്ലാഹുവേ, ഞങ്ങളെ നിന്നെ അനുസരിക്കുന്നവരാക്കി തരണം. വളർന്നു വരുന്ന ഞങ്ങളുടെ പെട്ടെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. വളർന്നു വരുന്ന തലമുറയെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തയുള്ളവരായിരിക്കണം. നമ്മളുടെ മക്കൾ, നമ്മളുടെ കുടുംബത്തിൽ വളർന്നു വരുന്നവർ, നമ്മളുടെ നാട്ടിൽ വളർന്നു വരുന്നവർ, നമ്മളുടെ പരിസരത്ത് താമസിക്കുന്നവർ, നമ്മളുമായി ബന്ധപ്പെടുന്നവർ, ഇങ്ങനെ ലോകത്ത് നമ്മളുടെ പിൻഗാമികളായി ഇനി ആരെല്ലാം വരാനിരിക്കുന്നോ ഈ മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്നവരാകാനുള്ള ആ ചിന്തയും അതിന്റെ പരിശ്രമവും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കലും നാം ഏവരുടെയും കടമയായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആയിൽ കൂടി ഞങ്ങളെ അനുസരണയുള്ളവരാക്കണമേ എന്ന് മാത്രമല്ല പറഞ്ഞത്, റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക. ഇത് മാത്രമല്ല പറഞ്ഞത്, വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക. ഞങ്ങളുടെ സന്താന പരമ്പരകളെ, ഞങ്ങളുടെ പിൻഗാമികളായി വരുന്ന ആളുകളെ, വളർന്നു വരുന്ന തലമുറയെ, സമുദായത്തെ മുഴുവനും അല്ലാഹുവേ നിന്നെ അനുസരിക്കുന്നവരാക്കി തീർക്കണം. അങ്ങനത്തെവരാണ് ഈ ലോകത്തുണ്ടാകേണ്ടത്. ലോകത്ത് വരുന്ന ആളുകൾ മുഴുവനും നിന്നെ അനുസരിക്കുന്നവരായി വന്നെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ, വിജയമുള്ളൂ, ലോകത്തിന്റെ നിലനിൽപ്പ് ശരിയാവുകയുള്ളൂ, ലോകത്തിന്റെ നിയന്ത്രണങ്ങൾ കൃത്യമാവുകയുള്ളൂ, ലോകത്ത് നടക്കേണ്ട കാര്യങ്ങൾ ശരിയായ നിലയിൽ നടക്കുകയും മനുഷ്യന് സമാധാനവും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ. അപ്പോഴാണ് സമാധാനത്തിന്റെ ജീവിതം ഈ ലോകത്ത് നിലനിൽക്കുക. അതുകൊണ്ട് അങ്ങനത്തെ ആളുകളെ തന്നെ ആക്കിത്തരണേ പടച്ചവനെ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ തീർന്നില്ല. വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഞങ്ങളൊരു നിന്റെ കൽപ്പന പ്രകാരം പരിശുദ്ധമായ നിന്റെ ഭവനം പണിതു വെച്ചവനെ കഅബ. എപ്രകാരം നമ്മൾ മസ്ജിദ് നിർമ്മിച്ചോ, മദ്രസ നിർമ്മിക്കുന്നു, സ്കൂളുകൾ നിർമ്മിക്കുന്നു, മറ്റ് പ്രസ്ഥാനങ്ങൾ നമ്മൾ തുടങ്ങുന്നു, നമ്മളുടെ കച്ചവടം, നമ്മളുടെ കൃഷി, നമ്മൾ ബന്ധപ്പെടുന്ന മുഴുവൻ മേഖലയിലുമുള്ള എല്ലാ കാര്യങ്ങളും, ഏത് സ്ഥാപനം നമ്മൾ തുടങ്ങിയാലും ശരി, അല്ലാഹു തആല അല്ലാഹുവിനോട് ചോദിക്കാൻ പഠിപ്പിക്കുന്നു. വഅരിനാ മനാസികനാ. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, നിന്റെ പരിശുദ്ധമായ ഭവനം പണിതു വെച്ചു, പക്ഷെ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ എന്ത് ചെയ്യണം, നിന്റെ ഈ ഭവനത്തിൽ എന്താണ് നടക്കേണ്ടത്? വഅരിനാ മനാസികനാ. ഇവിടെ നടക്കേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തരണേ. ഞങ്ങൾ അറിയാത്തവരായി എന്തെങ്കിലും ചെയ്തു പോകും.
അതുകൊണ്ട് നിന്റെ പൂർണ്ണമായ മേൽനോട്ടത്തിൽ, നിർദ്ദേശത്തിൽ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നീ പഠിപ്പിച്ചു തരണം. ഇവിടെ നടക്കേണ്ട പ്രവർത്തനങ്ങൾ, ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങളിലും നടക്കേണ്ടത് എന്താണെന്ന് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നും പഠിക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, വഅരിനാ മനാസികന. കൂട്ടത്തിൽ താഴ്മയായി അള്ളാഹുവിന്റെ അടുക്കൽ ഒരു അപേക്ഷ വെക്കുന്നു, വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. എന്തെങ്കിലും വീഴ്ചകൾ, അപാകതകൾ, ഓർമ്മക്കുറവിന്റെ പേരിലോ അറിവുകേടിന്റെ പേരിലോ അല്ലെങ്കിൽ ആവേശത്തിന്റെ പേരിലോ മറ്റേതെങ്കിലും കാരണത്തിലോ ഞങ്ങളിൽ നിന്ന് പിഴവായി തെറ്റായി സംഭവിച്ചു പോയാൽ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം, അതിനെ ഒഴിവാക്കി തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് മനസ്സിലാക്കി നിന്നിലേക്ക് തിരിച്ചു വരാനുള്ള ഭാഗ്യവും തരണേ പഠിച്ചവനെ. ഏത് കാര്യം സംഭവിച്ചാലും പിഴവുകൾ ഉണ്ടാകാം, മനുഷ്യരിൽ തെറ്റുകൾ സംഭവിക്കാം, അസാധ്യമൊന്നുമല്ല, സാധാരണ ഉണ്ടാകുന്നതാണ്. പക്ഷെ തെറ്റുകൾ തിരുത്തുക, പിഴവുകൾ പരിഹരിക്കുക, പരിഹരിച്ച് എന്താണോ അള്ളാഹുവിന്റെ നിർദ്ദേശം ആ നിർദ്ദേശം സാധിച്ചില്ലല്ലോ എന്ന കുറ്റബോധത്തോടു കൂടി അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങാനും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനുമുള്ള അവസരം മനുഷ്യനിൽ ഉണ്ടാകണം. അവന്റെ ഹൃദയം ആ നിലയിൽ ആയി കിട്ടണം. ഇതും അള്ളാഹുവിനോട് ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചു, നമുക്ക് മാതൃകയായി പറഞ്ഞു തരികയാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മളുടെ മുഴുവൻ പ്രസ്ഥാനവും അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകാരം നേടിയെടുക്കണം. രണ്ടാമത്തെ വിഷയം, നമ്മൾ ഏത് പ്രസ്ഥാനത്തിലാണ് മുന്നിടുന്നത് എങ്കിലും, ഏതിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് എങ്കിലും അതിൽ നടക്കേണ്ട കാര്യം എന്താണെന്ന് അള്ളാഹു പഠിപ്പിച്ചു തരികയും അത് നമ്മൾക്കും നമ്മളുടെ മുഴുവൻ വരുന്ന തലമുറകൾക്കും പ്രയോജനപ്പെട്ട് അവർ യഥാർത്ഥമായ നിലയിൽ അതിനെ പ്രയോജനപ്പെടുത്തി ലോകത്ത് മുഴുവനും സമാധാനവും ലോകത്ത് മുഴുവനും ശാന്തിയും എല്ലാവർക്കും എല്ലാവരുടെയും ആവശ്യങ്ങൾ നടക്കുന്ന തരത്തിൽ ആയിത്തീരുന്ന പ്രസ്ഥാനമായിട്ട് മാറുകയും ചെയ്യണം. അതിനുവേണ്ടിയുള്ള പരിശ്രമം നമ്മിൽ നിന്നുണ്ടാകണം. വീഴ്ചകൾ വരുമ്പോൾ തിരിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങാനും ചെയ്യേണ്ട കാര്യങ്ങൾ അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യാനും സാധിക്കണം. രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആയെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. ربنا وبعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. അള്ളാഹുവിനോട് മൂന്നാമതായി ചോദിക്കുന്നു, ഈ പ്രസ്ഥാനങ്ങളെ മുഴുവനും നേരായ നിലയിൽ നിയന്ത്രിച്ച് കൊണ്ടുപോവുകയും ആളുകളെ ശരിയായ നിലയിൽ അവർക്ക് മാർഗദർശനം നൽകുകയും ചെയ്യാൻ യോഗ്യനായ പാകതയുള്ള എല്ലാ തരത്തിലും കഴിവുള്ള എല്ലാ തരത്തിലും അതിന് പൂർണ്ണമായ പക്വത നേടിയ നേതൃത്വത്തെ അതിന് പറ്റിയ ആളെ ഇവരുടെ മേൽ നീ ഏൽപ്പിക്കുകയും ചെയ്യണമേ പഠിച്ചവന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ മൂന്ന് ദുആക്കളും പൂർണ്ണമായി സ്വീകരിച്ച് നമ്മളുടെ മുമ്പിൽ കാണിച്ചു തന്നു. അള്ളാഹു അംഗീകരിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിത പരിശുദ്ധമായ കഅബ, ആ സൗധം അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ടു. ഒരു മാറ്റവുമില്ലാതെ ഇന്നും എല്ലാ മനുഷ്യരുടെയും ലോകത്തിന്റെ മുഴുവൻ മനസ്സിൽ ബഹുമാനത്തോടുകൂടി നിലകൊള്ളുകയാണ്. പരിശുദ്ധമായ കഅബയെ നശിപ്പിക്കാൻ വിചാരിക്കുന്ന ശത്രുക്കളുടെ മനസ്സിൽ പോലും കഅബയുടെ മതിപ്പും ബഹുമാനവുമുണ്ട്. മതിപ്പും ബഹുമാനവും ഉള്ളതിന്റെ പേരിലാണല്ലോ അത് നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടുന്നത്, അത് നശിപ്പിക്കാൻ വേണ്ടി അവർ തുനിയുന്നത്. ബഹുമാനമില്ലാത്ത, ആദരവില്ലാത്ത, മഹത്വമില്ലാത്ത ഒരു വസ്തുവായിരുന്നുവെങ്കിൽ ആളുകൾ തള്ളിക്കളയുമായിരുന്നു എന്ന്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ച് അതിന് മഹത്വം ലോകത്ത് മുഴുവനും എന്നും അല്ലാഹു നിലനിർത്തിയിരിക്കുന്നു. രണ്ടാമത് ദുആ ചെയ്തു, അനുസരണയും അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ച് വഴിപ്പെട്ട് ജീവിക്കുന്നവരും അങ്ങനത്തെ സമുദായവും ഉണ്ടാവുകയും അവിടെ നടക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പഠിപ്പിച്ചു തരികയും ചെയ്യണമേ എന്ന് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്തും അതിനു മുമ്പും എല്ലാം നടന്നുകൊണ്ടിരുന്നു. പരിശുദ്ധമായ കഅബയിലെ ഹജ്ജ്, തവാഫിന്റെ അമൽ, ഉംറയുടെ അമലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത് പൂർണ്ണമായും അല്ലാഹു തആല പഠിപ്പിച്ചു തന്ന് അല്ലാഹു നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
എങ്ങനെ ഉംറ ചെയ്യണം, എങ്ങനെ ഹജ്ജ് ചെയ്യണം, എങ്ങനെ തവാഫ് ചെയ്യണം, എങ്ങനെ സഅയ് ചെയ്യണം, പരിശുദ്ധമായ കഅബയിൽ നടക്കേണ്ട അമലുകൾ എന്താണ്, മസ്ജിദുൽ ഹറാമിൽ എന്താണ് അമൽ നടക്കേണ്ടത്, നടക്കുന്ന അമലുകൾക്ക് എന്താണ് അതിന്റെ രീതി, അതിന്റെ പ്രത്യേകത എന്താണ്, മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന് ആളുകളുടെ ഹൃദയത്തെ അങ്ങോട്ട് ആകർഷിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, മനുഷ്യരുടെ ഹൃദയങ്ങളെ ഇങ്ങോട്ട് നീ അടുപ്പിക്കണേ പടച്ചവനെ. ഫജഅൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് നമുക്ക് കാണിച്ചു തന്നു. ആളുകൾ കൂട്ടം കൂട്ടമായി അങ്ങോട്ട് എത്തിപ്പെടുകയാണ്, എത്താൻ വെമ്പൽ കൊള്ളുകയാണ്, എത്താൻ ആഗ്രഹിക്കുകയാണ്. ഏത് മനുഷ്യരോട് ചോദിച്ചാലും, ഈമാനുള്ള മുസ്ലിമായ ഏത് മനുഷ്യരോട് ചോദിച്ചാലും പരിശുദ്ധമായ കഅബയിലേക്കുള്ള ആഗ്രഹം അവരുടെ മനസ്സിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് വിശ്വാസമില്ലാത്ത ആളുകളോട് ചോദിച്ചാൽ പോലും അവർക്കും ഇത് കാണാനും അതുമായി ബന്ധപ്പെടാനും ആഗ്രഹമുണ്ട്. അല്ലാഹു തആല ആ നിലയിൽ ആക്കി വച്ചിരിക്കുകയാണ്, സ്വീകരിച്ചിരിക്കുന്നത്. മൂന്നാമത് ആവശ്യപ്പെട്ട കാര്യം ഇതിന് വേണ്ട ശരിയായ നേതൃത്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ സ്വീകരിച്ചു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു നിയോഗിച്ചു, ലോകത്തിന് മാതൃകയാക്കി, ലോകത്തെ നിയന്ത്രിക്കാൻ, ലോകത്തിന് മാതൃക കാണിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു നിയോഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനാ ദഅവതു അബീകും ഇബ്രാഹിം, അനാ ദഅവതു അബീകും ഇബ്രാഹിം, ഞാൻ നിങ്ങളുടെ എല്ലാം പൂർവികനായ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ച ദുആയുടെ പ്രതിഫലനമാണ് ഞാൻ. അത് അല്ലാഹു സ്വീകരിച്ചതിന്റെ ഫലമായിട്ടാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആയെ കുറിച്ച്, അല്ലാഹു സ്വീകരിച്ച് എന്നെ നിയോഗിച്ചതിനെ കുറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനാ ദഅവതു അബീകും ഇബ്രാഹിം. ചുരുക്കത്തിൽ ഒരു പ്രസ്ഥാനം എവിടെയെങ്കിലും നടക്കണമെങ്കിൽ, അത് മസ്ജിദാണെങ്കിലും ശരി, മദ്രസയാണെങ്കിലും ശരി, നമ്മൾ ബന്ധപ്പെടുന്ന മുഴുവൻ പ്രസ്ഥാനങ്ങളിലും നമുക്ക് ആവശ്യമായ കാര്യം ആദ്യമേ തന്നെ മുഴുവൻ കാര്യങ്ങളിലും അല്ലാഹുവിലേക്ക് നമ്മൾ ആശ്രയിക്കുകയും അല്ലാഹുവിനെ ഭരമേൽപ്പിക്കുകയും ചെയ്ത് അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകാരം നേടിയെടുക്കാൻ ശ്രമിക്കുക. അല്ലാഹുവിന്റെ അംഗീകാരം ഉണ്ടാകണം. അംഗീകാരം നേടാൻ തയ്യാറാവുകയും ആ നിലയിലുള്ള വിനയവും താഴ്മയും നമ്മൾ കാണിക്കുകയും ചെയ്ത് ലോകത്തിന് മുഴുവനും പ്രയോജനപ്പെടുന്ന തരത്തിൽ അതിനെ ആക്കിയെടുക്കാൻ ശ്രമിക്കണം. അതിന്റെ പരിശ്രമമാണ് അവിടെ നടക്കേണ്ടത്. അതിനുവേണ്ടി കൂട്ടായ പരിശ്രമം. നമ്മൾ എന്തെല്ലാം ചെയ്യണമോ, എവിടെയെല്ലാം സഹകരിക്കണമോ, എവിടെയെല്ലാം സഹിക്കണമോ, എവിടെയെല്ലാം നമ്മൾ ത്യാഗം വരിക്കണമോ, ഇത് മുഴുവനും ചെയ്യണം. കാരണം ലോകത്ത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേരിൽ നടന്നിരിക്കുന്ന, ഇസ്ലാമിനെ വളർത്തിയെടുത്ത ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സഹകരിക്കേണ്ട സ്ഥലങ്ങളിൽ സഹകരിച്ചു, സഹായിക്കേണ്ട സ്ഥലങ്ങളിൽ സഹായിച്ചു, സഹിക്കേണ്ട സ്ഥലങ്ങളിൽ സഹിച്ചു, ത്യാഗം ചെയ്യേണ്ട സ്ഥലത്ത് ത്യാഗം ചെയ്തു. ലോകത്തിന്റെ ചരിത്രം അതാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചരിത്രം വളരെ വ്യക്തമായി നമ്മളുടെ മുമ്പിലുണ്ട്. മുഹാജിരീങ്ങളായ സഹാബാക്കളെ സഹകരിക്കാൻ അൻസാരികളായ സഹാബാക്കൾ സ്വീകരിച്ച മാർഗങ്ങൾ നമ്മളുടെ മുമ്പിൽ ചരിത്രമുണ്ട്. അവർ സഹായിച്ചതിന്റെ ചരിത്രമുണ്ട്. ലോകത്ത് മുഴുവനും അവരുടെ പേരെ സഹായികളെന്നായിപ്പോയി. അല്ലാഹു തആല അവരുടെ പേര് തന്നെ സഹായികളെന്നാക്കി കളഞ്ഞു. അൻസാരികൾ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. അല്ലാഹു തആല രണ്ടു കൂട്ടരെയും പറഞ്ഞു. ഒരു കൂട്ടർ ത്യാഗം ചെയ്ത്, സഹിച്ച്, നഷ്ടപ്പെടുത്തി, ഏതിനും തയ്യാറായി, എല്ലാത്തിനെയും ഒഴിവാക്കി നിന്നൊരു കൂട്ടർ. മറ്റൊരു കൂട്ടർ ഇവരുമായി സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത്, ത്യാഗം ചെയ്ത്, അവരുടെ കൈവശമുള്ളതിനെ ഇവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ തയ്യാറായി. രണ്ടും കൂടെ ആയപ്പോൾ അവർ രണ്ടു കൂട്ടരും ചേർന്ന് അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകാരവും സ്വീകാര്യതയും നേടിയവരായി. ഇതാണ് ഏത് പ്രസ്ഥാനത്തിന്റെയും വളർച്ച. ഏത് പ്രസ്ഥാനത്തിന്റെയും വളർച്ചയും അതിന്റെ പുരോഗതിയും ഇതിലാണ് നിലകൊള്ളുന്നത്. സഹകരിക്കേണ്ട സ്ഥലത്ത് സഹകരിക്കുക, സഹായിക്കേണ്ട സ്ഥലത്ത് സഹായിക്കുക, സഹിക്കേണ്ട സ്ഥലത്ത് നമ്മൾ സഹിക്കണം. നമ്മൾ എന്തെങ്കിലും ത്യജിക്കേണ്ടി വന്നാൽ അത് ത്യജിക്കാനും ത്യാഗം വരിക്കാനും തയ്യാറാകണം. അപ്പോഴാണ് അത് വളർന്ന് വലുതായി പന്തലിച്ച് പ്രയോജനപ്പെടുന്ന, ലോകത്തിന് മുഴുവനും പ്രകാശം പരത്തുന്ന, അതിന് പ്രയോജനപ്പെടുന്നതായിട്ട് മാറുക. ഇതാണ് ഇസ്ലാമിന്റെ ലക്ഷ്യവും. ലോകത്ത് പ്രഭ പരത്തുക, പ്രകാശമുണ്ടാക്കുക, സമാധാനം നിർത്തുക. ലോകത്തുള്ള അള്ളാഹുവിന്റെ മുഴുവൻ അടിമകൾക്കും ഇസ്ലാമിന്റെ ആ പ്രയോജനം, ഇസ്ലാമിന്റെ സമാധാനം ലോകത്തിന്റെ മുമ്പിൽ വെളിവാകും. ഇന്ന് ലോകത്ത് ഇസ്ലാമിനെ കുറിച്ച് എന്തെല്ലാം തെറ്റിദ്ധാരണകളാണ് മനുഷ്യൻ പകർത്തി വച്ചിരിക്കുന്നത്, പടർത്തി വച്ചിരിക്കുന്നത്. വ്യാപകമായ നിലയിൽ ഇസ്ലാമിനെ കുറിച്ച് ആളുകളുടെ മനസ്സിൽ എന്തോ ഒരു ഭീതി പരത്തി വച്ചിരിക്കുകയാണ്.
ആരുടെ പ്രവർത്തനം? ശരിയായ നിലയിൽ മനസ്സിലാക്കാത്ത, ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത ആളുകളുടെ ഏതോ ചില തെറ്റായ പ്രവർത്തനങ്ങളുടെ പേരിൽ ലോകത്ത് ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണ, ലോകത്ത് ഇസ്ലാമിനെ കുറിച്ച് മോശമായ നിലയിലുള്ള ചിത്രീകരണം, ലോകത്ത് മോശമായ നിലയിൽ ഇസ്ലാമിനെ കുറിച്ച് ആളുകളുടെ മുമ്പിൽ എന്തോ ഒരു ഭീതി പരത്തി വച്ചിരിക്കുകയാണ്. ഇവരുടെ മുമ്പിൽ ലോകത്ത് മുസ്ലിമീങ്ങളായ നമ്മൾക്കൊരു ബാധ്യതയുണ്ട്. നമ്മൾ കാണിച്ചു കൊടുക്കണം എന്താണ് ഇസ്ലാം. ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ വെളിവാക്കി കൊടുക്കണം ഇസ്ലാം എന്താണ്, ഇസ്ലാം എത്ര സമാധാനമാണ് നമുക്ക് നൽകുന്നത്, ഇസ്ലാം കൊണ്ട് ലോകത്ത് എന്ത് പ്രയോജനമുണ്ടാകും, മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ലോകത്ത് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇസ്ലാമിന്റെ സമാധാനം ലോകത്ത് മുഴുവനും നടപ്പിലാകണം. അതിനുവേണ്ടിയുള്ള പരിശ്രമം ഇത് ആരെങ്കിലും വെറുതെ നാവുകൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല. ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ ആരുടെ മുമ്പിലും പറഞ്ഞ് വിവരിച്ചു മാറ്റാൻ സാധിക്കുകയില്ല. ജീവിതം നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മൾ ജീവിച്ചാണ് കാണിച്ചു കൊടുക്കേണ്ടത്. സഹോദരങ്ങളെ, സ്നേഹിതന്മാരെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാതൃകയാക്കി തന്നിരിക്കുന്ന ഈ ജീവിതം, ഏതെല്ലാം പ്രസ്ഥാനങ്ങൾ നമ്മൾ തുടങ്ങുന്നു, എന്താണോ നമ്മളുടെ മുമ്പിൽ വരുന്നത്, അതുകൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് ഈ കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് ആശ്രയിക്കുക, പരസ്പരം സഹകരിച്ച് സഹായിച്ച് പ്രസ്ഥാനത്തെ വലുതാക്കി വളർത്തി കൊണ്ടുവന്ന് ലോകത്തിന് മുഴുവനും പ്രയോജനപ്പെട്ട് ലോകം മുഴുവൻ സമാധാനം നിലനിൽക്കുകയും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആ സുന്ദരമായ സമാധാനത്തിന്റെ രീതി ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത പ്രഭ ലോകം മുഴുവൻ ആളുകൾ കണ്ട് മനസ്സിലാക്കി ഇസ്ലാമിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും അത് നമ്മളുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയും അതിനായി നമുക്ക് വേണ്ട നേതൃത്വവും നമ്മൾ മുന്നിൽ നിൽക്കുന്നവരും ആ ഗുണങ്ങളുള്ളവരായി അവർക്ക് കീഴ്പ്പെട്ട് വഴിപ്പെട്ട് അവരുമായി ചേർന്ന് സഹകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്താൽ ഏത് പ്രസ്ഥാനത്തെയും നമുക്ക് വിജയത്തിലെത്തിക്കാൻ സാധിക്കും. എല്ലാ പ്രസ്ഥാനത്തിന്റെയും വിജയവും യഥാർത്ഥമായ അതിന്റെ നിലനിൽപ്പും അത് ലോകത്ത് മുഴുവനും പ്രയോജനപ്പെടുന്നതാകുന്നതും ഈ കാര്യങ്ങൾ കൊണ്ടാണ്. ഇതാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പരിശുദ്ധമായ കഅബ പണിതതിന് ശേഷമുള്ള ദുആയിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാതൃകയാക്കി തരുന്നത്. ഈ മാതൃക പിൻപറ്റാനും ഇതനുസരിച്ച് ജീവിച്ച് നമ്മൾ തുടങ്ങുന്ന, നമ്മൾ ഏറ്റെടുക്കുന്ന ഏത് പ്രസ്ഥാനത്തെയും ഈ നിലയിൽ വിജയിപ്പിച്ച് ലോകത്തിന് മുഴുവനും പ്രയോജനപ്പെടുത്തി എടുക്കാനും ആ നിലയിൽ ഉയർത്താനും നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവർക്കും ലോക മുസ്ലിമീങ്ങൾക്ക് മുഴുവനും അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ നിലയിൽ ഇവിടെ നടക്കുന്ന ഈ സ്ഥാപനങ്ങളെ മുഴുവനും അല്ലാഹു തആല പൂർണ്ണമായ നിലയിൽ അംഗീകരിച്ച് കബൂലാക്കുകയും അതിന്റെ നേരായ വഴികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ നിലയിലുള്ള ആളുകളിൽ കൂടി നടത്തി അല്ലാഹുവിൽ ആശ്രയിച്ച് അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് വഴിപ്പെട്ട് വരാനിരിക്കുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള തലമുറകൾക്ക് മാർഗദർശനമായി അവർക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കുകയും അല്ലാഹുവിനെ അനുസരിക്കുന്നവരാക്കി എടുക്കാനുള്ള പരിശ്രമത്തിൽ കൂടി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിനാവശ്യമായ എല്ലാ യോഗ്യതയുള്ള, പാകതയുള്ള, പക്വതയുള്ള പൂർണ്ണന്മാരായ നേതൃത്വത്തെ അല്ലാഹു തആല തന്ന് അല്ലാഹു തആല ഇതിനെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ഉയർത്തുകയും എല്ലാ ആളുകൾക്കും പ്രയോജനപ്പെടുന്ന, നാട്ടുകാർക്കും അല്ലാത്തവർക്കുമായ മുസ്ലിമീങ്ങളെന്നോ അമുസ്ലിമീങ്ങളെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യർക്കും അല്ലാഹുവിന്റെ അടിമകളായ മുഴുവൻ ആളുകൾക്കും പ്രയോജനപ്പെടുന്ന തരത്തിൽ ഇതിനെ ആക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി വളർത്തി പുരോഗതിയിൽ എത്തിച്ച് കബൂലാക്കി തെരുമാറാകട്ടെ. ഇതുമായി ബന്ധപ്പെട്ട സഹകരിക്കുന്ന, ഇതിനുവേണ്ടി സഹായിക്കുന്ന, ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന മുഴുവൻ ആളുകളെയും ഏത് തരത്തിലുള്ള സഹായമാണെങ്കിലും ശരി എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കരുണ കൊണ്ട് അനുഗ്രഹിക്കുകയും കബൂലാക്കുകയും അവരെ എല്ലാം അവരുടെ മുഴുവൻ കാര്യങ്ങളിലും എല്ലാ നിലയിലുള്ള ഐശ്വര്യങ്ങളും നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നാം എല്ലാവരെയും ഇതിന്റെ സഹായികളായി അല്ലാഹു തആല കബൂലാക്കി തരുകയും ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പ്രധാനപ്പെട്ട ബഹുമാന്യരായ ഉസ്താദിന്റെ നസീഹത്തും ദുആയും നടക്കാനുണ്ട്.